الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സുന്നത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇവിടെ എത്ര കാലം ജീവിക്കണം എന്ന ഒരു കണക്കോടുകൂടി നിർണയത്തോടു കൂടിയാണ് പറഞ്ഞയക്കുന്നത്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളേണ്ടവരാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അത് മറന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. ജീവിതത്തിൽ ഓരോ നാളുകൾ കൊഴിഞ്ഞു പോകുമ്പോഴും ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളുമെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിന്റെ ആയുസ്സാണ് തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശം. ഒരു മലയാള കവി മുമ്പ് ഒരു പാട്ട് പാടി, ഒരു പദ്യം പാടിയത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഓടുന്നു കോടം ഇടം വലം രണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. അവർ നിന്നെ വിളിക്കുന്നു മൺവീട്ടിലേക്ക്,
തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. കേരളത്തിൽ വളരെ പ്രസിദ്ധമായ സഫല എന്ന് പറയുന്ന പഴയ കാലത്തെ ആളുകൾക്ക് അറിയുന്ന ഒരു പദ്യമാണ്, അതൊരു കാവ്യമാണ്. വളരെ അർത്ഥവത്തായ വരികളാണ് അതിലുള്ളത്. അവിടെ കോടം കുതിര എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയാണ്. മനുഷ്യൻ ശ്വസിക്കുമ്പോൾ അവന്റെ നാസിക അഥവാ മൂക്ക്, വലത് മൂക്കിലൂടെ ശ്വസിച്ച് കുറച്ചു കഴിഞ്ഞാൽ ആ വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെയാണ് ശ്വസിക്കുക. അപ്പോ ഈ വലതിൽ നിന്ന് ഇടതിലേക്ക് മാറുമ്പോൾ നമ്മുടെ അത്രയും ആയുസ് കഴിഞ്ഞു എന്നാണ് ആ കവി പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ശ്വാസോച്ഛ്വാസം, മൂക്കിന്റെ ദ്വാരങ്ങൾ മാറുമ്പോൾ അത്രയും നമ്മുടെ ആയുസ് കഴിഞ്ഞു പോകുന്നു. ആ ശ്വാസോച്ഛ്വാസം ഒരു ദിവസം രണ്ട് മൂക്കിലെയും നിന്നു പോകും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം മാറുന്നത് വരാതെ നിന്നു പോകും. അതുകൊണ്ട് ആ ശ്വാസോച്ഛ്വാസം നമ്മളെ വിളിക്കുന്നത് ഖബറിലേക്കാണ്. ഖബറിനെ ഓർമ്മിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. പക്ഷേ മനുഷ്യൻ വിചാരിക്കുന്ന ഒരു സ്വർണത്തിന്റെ ഒരു വീടുണ്ടാക്കി ഇവിടെ ശാശ്വതമായി അങ്ങ് ജീവിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നു എന്നതാണ് ആ കവി ഉദ്ദേശിക്കുന്നത്. 2025 അവസാനിച്ച് 2026 പ്രവേശിക്കാൻ പോവുകയാണ്. കലണ്ടർ മാറ്റിവെച്ചു പലരും ഇപ്പൊ വീട്ടിലെ. കാരണം 26 കലണ്ടറിൽ ഡിസംബർ കൂടെ അടിച്ചു വന്നതുകൊണ്ട് ഇപ്പൊ തന്നെ മാറ്റാം. അങ്ങനെ കലണ്ടർ മാറ്റി വെക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, പിന്നിട്ട മാസങ്ങളും ആഴ്ചകളിലും ദിവസങ്ങളിലും എന്റെ ശാശ്വതമായ പരലോക ജീവിതത്തിന് വേണ്ടി എന്താണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഈ മറിച്ചുപോയ താളുകൾ, ഈ കലണ്ടറിന്റെ പേജുകൾ പോലെ എന്റെ ജീവിതത്തിന്റെ ദിവസങ്ങൾ നാളെ പരലോകത്ത് മറിക്കുന്ന ഒരു ദിവസമുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ മാറ്റിവെച്ചൊക്കെ എത്ര കലണ്ടറുകളുണ്ടോ ആ കലണ്ടറുകൾ പോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഒരു കലണ്ടർ, സിജില്ലാത്ത് എന്നാണ് അതിനെ പറയുക. 100 പേജുകൾ ഉണ്ടാവും ആ കലണ്ടറിൽ എന്നാണ് പറയുന്നത്. 100 പേജുകളുള്ള ഒരു സിജില്ലാത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ഒരു സിജില്ലാത്തിന്റെ വലുപ്പം നമുക്ക് തടസ്സമില്ലാതെ കാണാൻ കഴിയുന്ന ദൂരം എത്രയാണോ അത്രയും വലുപ്പം ഉണ്ടാകും എന്നാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് മുതൽ അവൻ മരണം വരെയുള്ള ഓരോ ഹറക്കത്തുകളും ഓരോ അനക്കങ്ങളും അതിനകത്തുണ്ടാകും. എല്ലാ നന്മകളും തിന്മകളും എല്ലാം അതിനകത്തുണ്ടാകും. ഒന്നും വിട്ടുപോവുകയില്ല. അതിൽ ഒരു ചെറുതോ വലുതോ രേഖപ്പെടുത്താതെ, അടയാളപ്പെടുത്താതെ വിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കിതാബ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ദിവസം കലണ്ടർ മാറ്റുമ്പോൾ നമ്മൾ ഓർക്കണം. 2025 സ്വീകരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അവരാരും ഓർത്തിട്ടുണ്ടാവില്ല. കലണ്ടർ 24 മാറ്റി 25 വെക്കുമ്പോ ഇത് എന്റെ മരണവർഷമാണ് ഞാൻ വെക്കുന്നതെന്ന് അവരാരും ചിന്തിച്ചു കാണില്ല. ഇപ്പോൾ നമ്മളും കലണ്ടർ മാറ്റി വെക്കുമ്പോൾ ഈ 26-ലാണോ എന്റെ മരണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ മരണവർഷമാണോ നമ്മളെ തൂക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു സീരിയസ് നമുക്കുണ്ടാവണം, ഒരു ഗൗരവം ഉണ്ടാവണം. വെറുതെ തിന്നു കുടിച്ച് മൃഗങ്ങളെ പോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അങ്ങ് ചത്തൊടുങ്ങേണ്ടവരല്ല നമ്മൾ. ജീവിതത്തിന്റെ കൃത്യമായ ഒരു ലക്ഷ്യവും ഒരു അജണ്ടയും നിശ്ചയിച്ചിട്ടാണ് അല്ലാഹു നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ആ ലക്ഷ്യപൂർത്തീകരണത്തിൽ ഞാൻ എവിടം വരെ എത്തി എന്ന ചിന്ത നമുക്ക് ഓരോ നിമിഷവും ഉണ്ടാകേണ്ടതുണ്ട്. മരണം എന്നത് ഉറപ്പുള്ള കാര്യമാണ്. മരണശേഷം പുനർജീവിതം എന്നുള്ളതും ഉറപ്പുള്ള കാര്യം തന്നെ. അല്ലാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിഫലം, നിങ്ങളുടെ ജീവിതത്തിന്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നത്. അതാണ് ആ
ആ ഉജൂർ കിട്ടുന്ന സന്ദർഭം ഖിയാമയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഏതനാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നുവോ തീർച്ചയായും അതാണ് സൗഭാഗ്യം, അവരാണ് സൗഭാഗ്യവാന്മാർ. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ദുന്യായ ജീവിതം അത് നമ്മളെ വഞ്ചിക്കുന്ന, നമ്മളെ പറ്റിച്ചു കളയുന്ന കേവലം ഒരു വിഭവം മാത്രമാണ്. അതിനുവേണ്ടി ശാശ്വതമായ പരലോക ജീവിതം നശിപ്പിക്കല്ലേ. അള്ളാഹ് എത്ര സ്നേഹത്തോടെ താക്കീതോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നാം ശാശ്വതമായി ജീവിക്കേണ്ട ഒരു പരലോകമുണ്ട്. അതില്ല എങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസവും അത് യാഥാർത്ഥ്യമാണെന്ന ബോധവും നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല, ജീവിതത്തിന് ഒരു പ്രതീക്ഷയും ഒരു ധൈര്യവും ഉണ്ടാവില്ല, ആർക്കും ആരെയും സ്നേഹിക്കാനും സഹായിക്കാനും കഴിയില്ല, ജീവിതത്തിന് ലക്ഷ്യം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന യഥാർത്ഥം പരലോകം എന്നത് വെറും ഒരു സങ്കല്പമല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു തമാശയല്ല, വെറുതെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന സംഗതിയല്ല. മറിച്ച് നാം ഒന്ന് മരിക്കുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ തന്നെ നാം നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റത്തിന് വിധേയമാകും. നോക്കൂ, അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വെക്കണം. നമ്മുടെ പരലോകത്തിന് വേണ്ടി അല്ലാഹ് പറയുന്നു, വളരെ സ്നേഹത്തോടെ നമ്മളെ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. നാളത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുകയും ചെയ്യണേ. അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. അല്ലാഹ് എന്ന് പറയുമ്പോ ഈ കാണുന്ന അണ്ടഘടാഹങ്ങളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ പവർഫുള്ളായ റബ്ബാണ് അല്ലാഹു. ഒരു കേവലം സങ്കല്പമല്ല അല്ലെ? നമ്മൾ ഇടക്കിടക്ക് പറയാറില്ലേ, ഈ ലോകമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങാത്ത, അത്രയും പോലെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത, നാം ജീവിക്കുന്ന ഭൂമി തന്നെ മുഴുവൻ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ സിറ്റി, നമ്മുടെ സംസ്ഥാനം നമ്മൾ കണ്ടു തീർന്നിട്ടില്ല, നമ്മുടെ രാജ്യം കണ്ടു തീർന്നിട്ടില്ല. അങ്ങനെയുള്ള നാം ഈ ഭൂമിയേക്കാൾ 15 അതിലധികമോ ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ, ആ സൂര്യനേക്കാൾ 30-ലധികം ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾ അടങ്ങിയ ഗാലക്സികൾ അടങ്ങിയ ഈ വലിയ ലോകത്തിന്റെ സൃഷ്ടാവ് അവനാണല്ല, അവനാണ് പടച്ചവൻ. അങ്ങനെ ഒന്നിനെ കുറിച്ച് അങ്ങനെ ചിന്തയിലേക്ക് അപ്പോഴാ മനസ്സിൽ ഭയം വരുള്ളൂ, അപ്പോഴാ മനസ്സിൽ പടച്ചവനോട് സ്നേഹമുണ്ടാവുകയുള്ളൂ, അള്ളാഹ് ആരാണെന്നൊരു ഗൗരവം ഉണ്ടാവുള്ളൂ. മനുഷ്യരെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനൊരു ഗൗരവം കൊടുക്കാത്തത്? പടച്ചവനൊരു ഗൗരവം എന്നെ കൊടുക്കാത്തത് എന്താ? അവൻ പറയുന്നത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാവാത്തത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങള് വളരെ സൂക്ഷ്മമായിട്ട് അള്ളാഹു അറിയുന്നുണ്ട്, നിശ്ചയം എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളെ കഴിയുമ്പോഴും നാം ചിന്തിക്കണം, ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്ത് നേടി, എന്റെ പരലോകത്തിൽ ഞാൻ എന്തെല്ലാം സമ്പാദിച്ചു എന്ന് നമ്മൾ ഓർക്കണം എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാം, ഒരു ദിവസവും പ്രഭാതം പൊട്ടിപ്പിളരുന്നില്ല, ഒരൊറ്റ ദിവസവും പ്രഭാതം പൊട്ടിവിടരുന്നില്ല. ആ പ്രഭാതം വയനാഥി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലാതെ
യബ്ന ആദം, ഓ ആദമിന്റെ മോനെ മനുഷ്യപുത്ര, അനാ ഖൽഖുൻ ജദീദ്, നിന്റെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ പ്രഭാതമാണ് ഞാൻ, പുതിയ ദിവസമാണ് ഞാൻ. വഅലാ അമലിക ശഹീദ്, നിന്റെ കർമ്മങ്ങൾക്കെല്ലാം ഞാൻ എന്നെ സാക്ഷിയായിരിക്കും. ഫതസവ്വദ് മിന്നീ, അതുകൊണ്ട് ഈ ദിവസത്തിൽ എന്നിൽ നിന്ന് നിനക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമോ അത് ഇന്നുകൊണ്ട് നീ നേടിയെടുത്തോ. തീർച്ചയായും ഞാൻ നിന്നിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ നിനക്ക് നഷ്ടപ്പെട്ട ഒരു ദിവസം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിളിച്ചു പറയുന്നു എന്ന് ഒരു സാങ്കല്പികമായ ഒരു ചിന്ത മഹാനായ ഹസൻ ബസരി നമ്മളെ ഓർമ്മിപ്പിക്കുക ഓരോ ദിവസവും. അപ്പോൾ ഒരു ദിവസം നമുക്ക് നഷ്ടമായാൽ സമയത്തിന്റെ വിലയത, മരണം വന്നെങ്കിൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വന്നെങ്കിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവ് മുഴുവൻ കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എയർപോർട്ടിൽ വന്നിരിക്കുന്ന മകളൊന്ന് വീട്ടിൽ വരാൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മകളൊന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കാണാൻ ഒന്നും വേണ്ട. തൊട്ടടുത്തുള്ള ആ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മയുണ്ട്, വാപ്പിയുണ്ട്, അവരൊന്ന് വന്നൊന്ന് കാണാൻ പോലും നമുക്ക് അല്ലാഹു സമയം അനുവദിക്കില്ല. സമയമായി കഴിഞ്ഞാൽ അവർ പോകേണ്ടവരാണ്. അത് നമ്മുടെ ചുറ്റും നടക്കുന്ന മരണങ്ങൾ നമ്മളെ ബോധപ്പെടുത്തിരുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലെ, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, അവരെ പ്രസംഗിച്ച പ്രസംഗത്തിൽ തന്നെ അവർ പറയുന്നതാണ്, وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ജനങ്ങളോട് ആ സഹോദരി ഉപദേശിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല. ആ ആയത്തിന്റെ പ്രാക്ടിക്കലായി അവരുടെ ജീവിതത്തിൽ റബ്ബ് കാണിച്ചു കൊടുക്കുകയാണ്. അതെ, നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു എന്നോ, നമ്മുടെ മരണം എവിടെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. നാം എവിടെയാണോ മരിക്കേണ്ടത്, അത് ഇവിടെയുള്ള ഒരു മനുഷ്യൻ അമേരിക്കയിൽ വെച്ചാണ് മരിക്കേണ്ടതെങ്കിൽ, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സമ്പത്തില്ലാത്തവനാണെങ്കിലും അമേരിക്കയിൽ അല്ലാഹു എത്തിച്ചിരിക്കും. ഒരു കാരണമുണ്ടാകും, അതിന് ഒരു സാഹചര്യം ഉണ്ടാകും. അവന്റെ മരണത്തിന്റെ സാഹചര്യം എവിടെയാണോ റബ്ബ് അവനെ അവിടെ എത്തിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വല്ലാഹി മദ്ദുന്യാ ഫിദ്ദുൻ ഫിൽ ആഖിറ, തീർച്ചയായും ദുനിയാവ് പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് എന്ന് പറയുന്നത് പറയുകയാണ്, ഈ കാണുന്ന കടലിൽ നിങ്ങൾ നിങ്ങളുടെ വിരലൊന്ന് മുക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ആ കടലിൽ നിന്ന് വിരലുയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലിന്റെ തുമ്പത്തിൽ എന്താണുള്ളത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. പരന്ന് അതാ ആചന്യമില്ലാതെ കാണാൻ കഴിയാതെ പരന്ന് വിരാഴ്ച കിടക്കുന്ന ഭൂമിയുടെ രണ്ട് ഭാഗവും നിറഞ്ഞു കിടക്കുന്ന സമുദ്രം, ആ സമുദ്രത്തിൽ നിങ്ങളൊന്ന് വിരല് മുക്കിയാൽ നിങ്ങളുടെ വിരലെന്താണ് കൊണ്ടുവരിക? ഒരു തുള്ളി ജലം, ഒരു തുള്ളി വെള്ളം. ആ വെള്ളമാണ് ദുനിയാവ്. അന്തമില്ലാതെ അനന്തമായി വിസ്തൃതമായി കിടക്കുന്ന കടലുണ്ടല്ലോ, അതാണ് പരലോകം. റസൂലുള്ളാഹി വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. കടന്ന നമുക്ക് കാണാൻ അറ്റം കാണാൻ കഴിയാതെ പരന്നു കിടക്കുന്ന കടലിൽ നിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന വെള്ളം എത്രയുണ്ടോ അതാണ് പരലോകവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി ആ പരലോകത്തെ മറന്നു കളയില്ല എന്നാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ ദുനിയാവെന്ന് പറയുന്നത് വെറും പരിമനടിക്കലും മത്സരിക്കലുമാണ്. അതെല്ലാം നമ്മുടെ മരണത്തോടു കൂടി അവസാനിക്കും. നമ്മളെപ്പോഴും ഓതാറുള്ള സൂറത്തില്ലേ, നിങ്ങളെ വിസ്മൃതിയിലാക്കിയിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാഫുർ പെരുമനടിക്കുക എന്നുള്ളത് ഏതുവരെയാണ് നിങ്ങൾ പൊങ്ങച്ചവും പെരുമവും നടിച്ചുകൊണ്ട് നടക്കുക? നിങ്ങൾ നിങ്ങളുടെ കബറിടത്തിൽ കാണുന്നത് വരെ, അതെ മരണം വരെ ആ
ഖബറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പെരുമയും കഴിഞ്ഞു. നിങ്ങൾ കുറ്റം പറഞ്ഞ നിങ്ങളുടെ പ്ലോട്ടുകളും ഫ്ലാറ്റുകളും നിങ്ങളുടെ ബാങ്ക് ബാലൻസുകളും നിങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളും നിങ്ങളുടെ എല്ലാം ആ ആരുടെ മണ്ണിലേക്ക് നിന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. കുറച്ച് നാളുകൾ, ആഴ്ചകൾ, അല്ലെങ്കിൽ വർഷങ്ങൾ, വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വാപ്പയെ നമുക്ക് ഓർമ്മ ഉണ്ടാവും എപ്പോഴെങ്കിലും. വല്യപ്പാൻ അത്ര ഓർമ്മ ഉണ്ടാവോ? ഇല്ല. വല്യപ്പാൻ അതിനേക്കാൾ കുറഞ്ഞ ഓർമ്മയുണ്ടാവും. അതിന്റെ വല്യപ്പാനോ അറിയുകയേ ഇല്ല നമുക്ക്. നമ്മുടെ മുമ്പ് എത്ര തലമുറകൾ കഴിഞ്ഞു പോയിട്ടാണ് നമ്മൾ വന്നത്, അല്ലെ? ഇന്ന് 5ഉം 6ഉം 10ഉം തലമുറയായി ഉണ്ടാക്കി വെച്ച സമ്പത്ത് അനുഭവിക്കുന്ന പേരക്കുട്ടികളുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കി വെച്ച വല്യപ്പാൻ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഇല്ലല്ലോ, ഓർമ്മ വരാറില്ല. അതാണ് മനുഷ്യജീവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ പരലോകത്തെ മറന്നുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി പരലോകം ഇഷ്ടപ്പെടുത്തി ഓടിയാൽ പടച്ച റബ്ബിന്റെ അടുക്കൽ നമ്മൾ പരാജിതരായി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി പെരുമ നടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വഴി അവർക്കതറിയും. പിന്നെയും പറയുകയാണ്, അല്ല, അവരെ അറിയുക തന്നെ ചെയ്യും, അവരെ മനസ്സിലാക്കും. അവർക്ക് ഉറപ്പുള്ള ഒരു അറിവ് ആ പരലോകത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹോദരന്മാരെ, സഫൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടിരുന്ന് 2 സഫിരിക്കാനുള്ള സാഹചര്യം. ആൾക്കാർ ഇപ്പോഴേ മുകളിലേക്ക് കയറുന്നു. ഒന്ന് സഫൊക്കെ ഒന്ന് അടുത്തേക്കിരിക്കും, ടൈറ്റ് ആയിരിക്കും. എത്രത്തോളം മുട്ടിയുരുമി നിസ്കരിക്കുന്നു അത്രയും പുണ്യം കൂടുതലാണ്, പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇസ്ലാമിന് അയിത്തൊന്നുമില്ലല്ലോ, തൊട്ടുകൂടായ്മയൊന്നുമില്ല. എല്ലാവരും അടുത്തിരുന്നു. മുഅ്മിനീങ്ങൾ പരസ്പരം ചേർന്നിരിക്കേണ്ടവരാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ റബ്ബ് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പക്ഷേ നിങ്ങളെ ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുകയാണ്. എന്നാൽ പരലോകമാകട്ടെ അതാണ് ഉത്തമമായിട്ടുള്ള, അതാണ് നിങ്ങൾക്ക് ബാക്കിയാവുന്നത്, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ നന്നാക്കണേ, ആ ദുനിയാവിനെ സംസ്കരിക്കണേ. അള്ളാന്റെ മുമ്പിൽ മാനം കെടുന്ന, അള്ളാന്റെ മുമ്പിൽ തല കുറിച്ച് നിൽക്കേണ്ടുന്ന സമ്പാദം നിങ്ങൾക്കുണ്ടാകല്ലേ. അത്തരം ജീവിതം നിങ്ങൾ ജീവിക്കല്ലേ. അന്തസ്സായി തലയുയർത്തി അള്ളാഹുവിന്റെ അരിശിന്റെ താഴെ ഇപ്പോൾ AC-യിൽ ഇരിക്കുന്നത് പോലെ തന്നെ ചൂടില്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ജീവിക്കണേ. നമ്മളെല്ലാ ആശയം കേൾക്കാറില്ലേ, ഭയം കൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട് ചില മൃഗങ്ങളെ താഴ്ന്നിരിക്കും. അള്ള ചോദിക്കുന്നു സൂറത്ത് സജദയിൽ, നബിയെ, തന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ മാനം കെട്ടുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, തല കുമ്പിട്ടുകൊണ്ട് നിൽക്കുന്ന പാപികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് അവരെ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെല്ലാം കേട്ടു, ഞങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി, എല്ലാം കണ്ടു. അതുകൊണ്ട് ഒന്നുകൂടെ ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കി തരുമോ, ഞങ്ങൾ നന്നായി ജീവിച്ചു കാണിക്കാം എന്ന് റബ്ബിന്റെ മുമ്പിൽ തലകുലിച്ച് കുറ്റസമ്മതത്തോടെ മാനം കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് നബിയെ. അതുകൊണ്ട് ഈ പ്രമാണിത്വം, ഈ നേതാക്കന്മാരുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ മനസ്സ് വേദനിപ്പിക്കേണ്ട റസൂലേ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സങ്കടപ്പെടേണ്ട. മുഅ്മിനീങ്ങളിൽ എത്ര ശക്തമായി ആരെല്ലാം വന്നാലും ശരി, അവരെല്ലാം തന്നെ നാളെ റബ്ബിന്റെ മുമ്പിൽ തലകുലിച്ച് അപമാനത്തോടെ നിൽക്കും. നിങ്ങൾക്ക് കാണാനുള്ള അല്ലാഹു റസൂലിനോടും മുഅ്മിനീങ്ങളോടും അല്ലാഹു പറഞ്ഞു തരികയാണ്. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ മാനം കെട്ട് നിൽക്കുന്ന ഒരു നിൽപ്പ്, അത് വല്ലാത്തൊരു നഷ്ടമാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നഷ്ടം, ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത നഷ്ടം. അതോടെ എല്ലാം തീർന്നു.
അതുകൊണ്ടെന്താണ് പറയുകയാണ്, നിങ്ങളുടെ ദുനിയാവിനെ നന്നാക്കണേ, നിങ്ങളുടെ സംസാരം നന്നാക്കണേ, നിങ്ങളുടെ വസ്ത്രം നന്നാക്കണേ, നിങ്ങളുടെ ഹെയർ സ്റ്റൈലുകൾ നന്നാക്കണേ, നിങ്ങളുടെ ഭക്ഷണം നന്നാക്കണേ, നിങ്ങളുടെ കുടുംബം നന്നാക്കണേ, നിങ്ങളുടെ കച്ചവടം നന്നാക്കണേ, നിങ്ങളുടെ വിവാദങ്ങൾ നന്നാക്കണേ. ദുനിയാവും നിങ്ങളുടെ ദുനിയാവിന്റെ ജീവിതം നിങ്ങൾ ശുദ്ധീകരിക്കുക. നിങ്ങൾ പരലോകത്തിന് വേണ്ടി നിങ്ങൾ അമലുകൾ ചെയ്യുക, പ്രവർത്തിക്കുക. ഏതുപോലെ ഇന്ന് മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ, നാളെ ഞാൻ മരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണേ, അമലുകൾ ചെയ്യണേ. ഒരാളെ കൊല്ലാൻ നിശ്ചയിച്ചു, നാളെയാണ് അയാളെ കൊല്ലുന്നത്, വധിക്കുന്നത്, ശിക്ഷ നടപ്പിലാക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം അയാൾക്ക് എത്രമാത്രം പ്രാധാന്യമായിരിക്കും, അയാളുടെ മനസ്സിൽ എത്രമാത്രം ഉണ്ടാകും. ഇതുപോലെ നിങ്ങൾ ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെ? ആ ഓർമ്മ നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, വലിക്കുല്ലി ഉമ്മത്തിൻ നജ്റുൻ, എല്ലാ ഓരോ സമൂഹത്തിനും അല്ലാഹു അവരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഫൈദാ ജാഅഹും ലാ യസ്തഗ്ഫിറൂന സൂറത്ത് അറാഫ് പഠിപ്പിക്കുകയാണ്. ഫൈദാ ജാഅഹും ലാ യസ്തഗ്ഫിറൂന ഒരാളുടെയും സമയമെത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ അല്ലാഹു പിന്തിക്കുകയില്ല, ആ സമയത്തിന് മുന്തിക്കുകയും ഇല്ല. അതെ, അള്ളാഹു നിശ്ചയിച്ച ആയസ്സത്ത് അതാരും മരിക്കൂല, എത്തിയാൽ മരിക്കാതിരിക്കൂല. കണ്ടില്ല, 90-100 വയസ്സായകൾ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കുടുംബങ്ങളും ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും മരിക്കാതെ വർഷങ്ങളോളം ജീവിക്കുന്നു. എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന 100 വയസ്സ് വരെ ജീവിക്കട്ടെ എന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നവർ 25-30 വയസ്സിൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയം അള്ളാഹു ആരാണ് നമ്മുടെ ജീവിതത്തിൽ അവരുള്ള നിയന്ത്രണം എന്താണ് എന്നാണ് ഈ മരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, ഒരു മനുഷ്യൻ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അവന്റെ മരണത്തിന്റെ സമയം വന്നു കഴിഞ്ഞാൽ അവൻ പറയും, എന്റെ രക്ഷിതാവേ, ഒരൽപ്പസമയം കൂടെ എന്നെ മടക്കണേ, ഞാൻ ഒഴിവാക്കിയതായ എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം, ഒന്നും ഞാൻ ഒഴിവാക്കുകയില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞറിയോ, ആ കരച്ചിൽ അത് അവരുടെ ഒരു നിലവിളി എന്നല്ലാതെ, ഒരു മെലോഡി, വെറുതെ കരയാനുള്ള കരച്ചിലല്ലാതെ അതിന് യാതൊരു പ്രാധാന്യവുമില്ല, ഒരു സെക്കൻഡും കിട്ടുകയില്ല. അവരുടെ മരണത്തിന് ശേഷം അവരുടെ പുറകിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ളത് ബർസഖിയായ ഖബർ ജീവിതം ഓർക്കുമ്പോൾ എന്നുള്ള ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് എന്ത് ചെലവഴിക്കണോ, എന്ത് ചെയ്യണോ, അത് താമസം വരുത്താൻ അടുത്ത സെക്കൻഡിൽ തന്നെ ചെയ്തോ. നാളെ എന്ന് പറയണ്ട. നിങ്ങൾ എല്ലാവർക്കും മരണം കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ആരോഗ്യമാണോ, സമ്പത്താണോ, അധികാരമാണോ, എന്താണോ ഉറപ്പ് നൽകിയ അനുഗ്രഹം, എന്താണോ അല്ലാഹുവിന്റെ ദീനും സമൂഹത്തിനും ആവശ്യം, അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാക്കിക്കോ, ചെലവാക്കിക്കോ. ഇല്ല എങ്കിൽ മരണം എത്തിക്കഴിഞ്ഞാൽ പറയും, ഏത് പിശുക്കനും എന്നറിയും, ഒന്ന് പിന്തിച്ചോണ്ടാ പഠിച്ചോനെ, ഞാൻ എല്ലാം കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരന്റെ കാര്യം പറയണ്ടായി. എന്റെ വീട്ടിലേക്ക് ജ്യേഷ്ഠനും അനുജന് സ്വത്ത് ഭാഗം വെച്ചപ്പോ ജ്യേഷ്ഠൻ മുൻപിലെ സ്ഥലത്തു, അനുജന് പിന്നിലത്തെ സ്ഥലം കൊടുത്തു. പിന്നിലെ സ്ഥലത്തേക്ക് വഴിയില്ല, വഴി ഇട്ടിട്ടില്ല. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, നടന്നു പോകാനുള്ള വഴിയില്ലേ, ഇന്ന് റോഡില്ലാതെ പറ്റില്ലല്ലോ. അപ്പോ ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്കെത്തിയ പോകാലോ,
അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് സ്ഥലത്തിനൊക്കെ വില കൂടി റോഡിന്റെ ഭാഗങ്ങളിൽ ജ്യേഷ്ഠൻ അവിടെ മതിലെട്ടി. അതിന്റെ പിന്നെ ഹെലികോപ്റ്ററിൽ കൂടെ പോകണം. അങ്ങനെ ആരാന്റെ പറമ്പ് കൂടെ ഇങ്ങനെ നടക്കുക. വാപ്പാന്റെ സ്വത്താ, ജ്യേഷ്ഠൻ ഉണ്ടാക്കിയതല്ല. പക്ഷെ കൊടുത്തില്ല. രജിസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് അവസാനം ഇയാള് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും എന്തൊരു കാര്യം പ്രയാസപ്പെട്ടിങ്ങനെ ജീവിച്ചു. അനുജൻ മരിച്ചുപോയി. അനുജനൊരു ആലിമായിരുന്നു. അയാൾ പ്രയാസപ്പെട്ട് മരിച്ചുപോയ മഹാൻ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തൗഹീദുള്ള മനുഷ്യനാണ്. അങ്ങനെ ജ്യേഷ്ഠൻ എന്നിട്ട് കൊടുത്തില്ല. അവസാനം ഇപ്പൊ ജ്യേഷ്ഠൻ മരണക്കിടക്കയിലാണ്. ഇപ്പൊ യൂറിനൊക്കെ ട്യൂബിട്ടെടുക്കണം, ഭക്ഷണമൊക്കെ അകത്തേക്ക് പോണതും പുറത്തേക്ക് വരുന്നൊക്കെ ട്യൂബിലൂടെയാണ്. ഇപ്പോ അനുജന്റെ മക്കള് സ്ഥലം വഴി കൊടുക്കാൻ തയ്യാറായി. അപ്പൊ ഞാനങ്ങനെ ആലോചിച്ചു, പടച്ചമ്പുരാനെ ഒരു വഴി കൊടുക്കുക എന്നുള്ളത് സദഖത്തുൽ ജാരിയുള്ള റബ്ബേ, അത് അയാൾക്ക് ഖിയാമത്ത് വരെ പ്രതിഫലം കിട്ടുന്ന കാര്യം. പക്ഷെ അതിന് ഭാഗ്യമില്ല, ഉണ്ടായിപ്പോയല്ലോ. ആ മനുഷ്യന് സമ്മതമല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഓർമ്മണ്ടെങ്കിൽ കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കുക. അപ്പൊ മക്കൾ കൊടുക്കുക സ്ഥലം. പ്രിയമുള്ളവരെ, ഇതെന്താ പറഞ്ഞറിയോ? നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് പരലോകത്തേക്ക് കൂലി കിട്ടുന്നത് നമ്മൾ അറിഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു ലിക്വിഡ് രൂപത്തിൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ അകത്തേക്കോ അതിങ്ങനെ പുറത്തേക്കും എന്ത് ദുനിയാവാണ്. ഇപ്പൊ ദുനിയാവ് തന്നെ അയാൾക്ക് അള്ളാഹു എല്ലാം മുടക്കി, അല്ലെ? അള്ളാഹു അതിനെ പുറത്തു കൊടുക്കട്ടെ, ഹിദായത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഇത്ര വലിയ നന്മ, ഇതേപോലെ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നന്മകളൊന്നും ചെയ്യൂല, എല്ലാം മുടക്കികളായി മാറും. അവസാനം ഇയാള് കിട്ടിയ സ്വത്തിന് മക്കൾ കൂലി വാങ്ങും, വാപ്പാക്കൊരു കൂലി ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ പരലോകത്തിൽ നമ്മൾ ഓർക്കണം, നമ്മൾ വിസ്മരിക്കരുത്. കഴിയാവുന്ന നന്മകളൊക്കെ ഇന്ന് ചെയ്യാനിരുന്നുണ്ട് ഇന്ന് തന്നെ ചെയ്യണം, നാളേക്ക് നീട്ടി വെക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് അനുകൂലമായ റബ്ബിനോട് സാക്ഷി, ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ റബ്ബിൽ നമുക്കത് സാക്ഷിയാണ്. നമുക്ക് സാക്ഷിയാകുന്ന, നമുക്ക് പാപമോചനം തേടുന്ന ദിവസങ്ങളായി നിമിഷങ്ങളായി അള്ളാഹു നമുക്കിതിനെ മാറ്റുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ച് പരിപൂർണ മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ഈ വർഷം പോവാൻ, അടുത്ത വർഷം വരാൻ. അതുകൊണ്ട് തൗബ അധികരിപ്പിക്കുക. അടുത്ത വർഷം പരലോകത്തിന് വേണ്ടി നേടാൻ അവസരം തരണേ റബ്ബേ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ റജബിന്റെ ചില തെറ്റിദ്ധാരണകൾ, അന്ധവിശ്വാസങ്ങൾ ആളുകൾക്കുണ്ട്. റജബ് മാസം കണ്ടത് ആദ്യം അറിയിക്കുന്ന ആളുകൾക്ക് ആ പുണ്യമുണ്ട്, ഈ പുണ്യമുണ്ട്, അങ്ങനൊന്നുമില്ല. അങ്ങനെ സ്വഹീഹായ ഹദീസുകളില്ല. അതേപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ സ്വഹീഹല്ല, അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. എന്നാൽ ഒരാൾ പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ പുണ്യമായ മാസമാണല്ലോ, ഇതിൽ എനിക്ക് ദീർഘായുസ് തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ തെറ്റല്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുക എന്നുള്ളത് അതൊരു ബിദ്അത്താണ്. അപ്പോൾ അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായ സ്വലാത്ത് റഗായിബ് എന്നൊരു നിസ്കാരം, ഇതൊന്നും സ്വഹീഹായ റസൂലുള്ളാഹി സ്വഹാബത്ത് അങ്ങനെ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. റജബിന് പ്രത്യേകമായ ഒരു ആരാധനകളോ ഒരു രീതികളോ ആഘോഷങ്ങളോ ഇല്ല. എന്നാൽ റജബ് വളരെ പുണ്യമായ മാസമാണ്. ആ മാസത്തിൽ കലഹിക്കാൻ പാടില്ല, വഴക്കടിക്കാനും പിണങ്ങാനും പാടില്ല, സംഘടനകൾ ഉണ്ടാവാൻ പാടില്ല. മറ്റു മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ലഭിക്കും അള്ളാഹുവിൽ നിന്ന്. നന്മകൾ അധികരിപ്പിക്കുക, അതിന് പുണ്യമേറെയാണ് ഈ മാസത്തിൽ. പക്ഷെ പ്രത്യേകമായി എല്ലാ മാസവും ഉള്ളതുപോലെ അല്ലാതെ പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നും കർമ്മങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനായി തന്നെ മനസ്സിലാക്കുക. റജബ് പുണ്യമുള്ള മാസമാണ്, അള്ളാഹു പുണ്യമാക്കിയ മാസമാണ്. അമലുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ധാരാളം രോഗികളായ സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം യഥാർത്ഥ ചികിത്സയും മരുന്നും നൽകി ആരോഗ്യമുള്ള ദീർഘായുസ്സ് അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.